ഇത്തരത്തിലേക്ക് ഒരു സമരം എന്തുകൊണ്ടാണ് അടിയന്തരമായി SFI രാജ്ഭവനിലേക്ക് ഏറ്റെടുത്തിട്ടുള്ളതെന്ന് മുഴുവൻ പേർക്കും അറിയാം. നമ്മുടെയൊക്കെ സർവകലാശാലയെ കാവ്യവൽക്കരിക്കുവാൻ വേണ്ടി വലിയ ശ്രമം ഇവിടുത്തെ ഈ നാടിനകത്തുള്ള ഗവർണറും വൈസ് ചാൻസലറുമായിട്ടുള്ള ആളുകൾ നടത്തുന്നുണ്ട്. അതിനെതിരെയാണ് SFI സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി SFIയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടുള്ള സഖാവ് ആദർശം സജിയെ ഏറെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഈ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാരും RSS നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രതിരോധത്തിന്റെ ശബ്ദമാകാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ സഖാക്കളെ ആദ്യം തന്നെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. കേരള മോഡൽ പ്രതിരോധം, നമുക്കറിയാം ഈ സംഘപരിവാർവൽക്കരണത്തിനെതിരെ കേരള മോഡൽ പ്രതിരോധം രാജ്യത്താകമാനം SFIയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം നിങ്ങൾ സമരസപ്പെടാതെ ഈ പോരാട്ടത്തിന് നേതൃത്വമായി മാറിയിരിക്കുകയാണ്. ഏതൊക്കെ നിലയിൽ ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴും വലിയ നിലയിൽ അതിനെ എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ നിലയിൽ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടുവരുന്നത്. SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ RB സനൂപ് വിട്ടുചേരുകയാണ്. RB, പ്രതിഷേധം അവസാനിച്ചിട്ടില്ല, പ്രതിഷേധം അവിടെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. SFI നേതാക്കൾ സംസാരിക്കുകയാണ്. പിരിഞ്ഞു പോകാൻ പ്രവർത്തകരും തയ്യാറാകുന്നില്ല. പോലീസിന്റെ അടുത്തൊരു നീക്കം എന്താകും ഇനി? പോലീസ് സംയമനം പാലിച്ചു നിൽക്കുക തന്നെയാണ് അജി ഇപ്പോഴും. പോലീസ് സംയമനം പാലിച്ചു നിൽക്കുകയാണ് അജി ഇപ്പോഴും. പക്ഷേ പ്രവർത്തകർ തിരിച്ചു പോയിട്ടില്ല. അവർ ഇപ്പോഴും ഇവിടെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അവരുടെ സംസ്ഥാന അടക്കമുള്ളതാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് ഈ സമരം ഇപ്പോൾ അവസാനിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നിലവിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പ്രവർത്തകർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പരിപാടി തന്നെയാണ് ഇവിടെ നടത്തിയത്. പ്രവർത്തകർ ആരും തന്നെ പിരിഞ്ഞു പോകാനൊന്നും തന്നെ തയ്യാറായതുമില്ല. 9 തവണ പോലീസിന് ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നു. അതേപോലെ തന്നെ ഗ്രനേഡും ടിയർ ഗ്യാസും പ്രയോഗിക്കുമെന്നുള്ള മുന്നറിയിപ്പും കൊടുത്തു. പക്ഷെ അപ്പോഴൊന്നും തന്നെ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ അവർ ഇവിടെ അവരുടെ ഉദ്ഘാടന പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഈ രാജ്ഭവനിലേക്ക് വരുന്ന സമയത്ത് തന്നെ പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമം നടത്തിയിരുന്നു. തുടർച്ചയായിട്ടുള്ള ശ്രമത്തിനൊടുവിൽ ബാരിക്കേഡ് പല ഭാഗത്തും മറച്ചിടാൻ കഴിയുകയും ചെയ്തു. അതിന് മുകളിൽ കയറി ഇതുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഇപ്പോ പോലീസും സംയമനം പാലിച്ച് നിൽക്കുകയാണ്. പോലീസ് ഈ മുന്നറിയിപ്പൊക്കെ നൽകിയെങ്കിലും ഈ ജലപീരങ്കി മാത്രമാണ് പ്രയോഗിച്ചത്. അല്ലാതെ ടിയർ ഗ്യാസോ അല്ലെങ്കിൽ ഗ്രനേഡോ ഉപയോഗിക്കാനൊന്നും തന്നെ തയ്യാറായില്ല. സമീപനം പാലിച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തകർ ഇപ്പോഴും അവിടെ സമരം ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം, സമാനതകളില്ലാത്ത പ്രതിഷേധം, രാജ്ഭവൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ പ്രതിഷേധമാണ് SFIയുടെ നേതൃത്വത്തിൽ ഇന്ന് രാജ്ഭവനിലേക്ക് നടത്തിയത്.